വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അത് പൊട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ പറയുക, കറക്റ്റായിട്ടൊന്നും കിട്ടാറില്ല. ആ ഒരു തൊലിയോട് കൂടി മാംസവും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് മുട്ട പൊളിച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലുള്ള ഒരു സ്റ്റീൽ ഡബ്ബ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കുലുക്കിയാൽ മതി. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ ആ മാംസമൊക്കെ അതിൻ്റെ ദശയൊന്നും പോകാതെ തന്നെ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്കിത് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഷെല്ല് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയ ഡബ്ബ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്താലും മതി. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട്. അതെ, വളരെ സിമ്പിളായിട്ട് കണ്ടോ, നല്ല ക്ലിയറായിട്ട് തന്നെ ആ ഒരു ഇത് പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഞാൻ ഓരോന്നേ ഇടുന്നത് ചെറുതായതുകൊണ്ടാണ്, ഒന്നോ രണ്ടോ കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ ഇതിൽ മുട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണമെന്നൊന്നും വേണ്ട. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലിയോ ഇട്ടാൽ ഇതുപോലെ ഒട്ടും എന്താ പറയുക, പൊളിഞ്ഞൊന്നും പോകാതെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ മുട്ട പുഴുങ്ങിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ എല്ലാം നമുക്കിത് പൊളിച്ചെടുക്കാം. അതുപോലെ തന്നെ മുട്ട നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ഒന്നും ഇടാതെ, ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇടാതെ ജസ്റ്റ് ഒന്നോ രണ്ടോ ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞിടുകയാണെങ്കിൽ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ ഈ മുട്ടയുടെ ഉള്ളിലോട്ടൊക്കെ ചെന്ന് ആ ഒരു മുട്ടയ്ക്ക് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾ പ്ലെയിനായിട്ട് ഒന്നും കട്ട് ചെയ്യാണ്ട് ഇടാണ്ട് ഈ രീതിയിൽ ഇപ്പോൾ അങ്ങനെ മുട്ട മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടാവും, അഥവാ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. രണ്ടായിട്ട് കട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് മുട്ട ഉണ്ടാക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ടേസ്റ്റ് എല്ലാം, നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ഇതിലേക്ക് ചേരും. അതുപോലെ തന്നെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് പഞ്ചസാര അതും കൂടി ഇടുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെറുനാരങ്ങയും ഗ്രാമ്പും കൂടിയുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറയാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം. ഇതുകൊണ്ട് നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിലേക്ക് കൊതുക് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതിനെ തുരത്താനുള്ളൊരു വഴിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയിൽ ഈ കറയാമ്പൂ ഒന്നും ഇങ്ങനെ കുത്തി കൊടുക്കുക. ഓരോന്നേ ഇങ്ങനെ കുത്തി കൊടുക്കുക, നിറച്ച് കുത്തി കൊടുക്കുക. അപ്പോൾ എത്രയും കുത്താൻ പറ്റുമോ അത്രയും കുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോരോ എന്തിൽ കുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കറയാമ്പൂ കുത്തി കൊടുത്തതിന് ശേഷം എവിടെയാണോ കൂടുതൽ കൊതുക് വരുന്നത്, ഇപ്പോൾ ജനലിൻ്റെ സൈഡിലാണെങ്കിൽ അവിടെ, ഹോളിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ താഴെ ഈ ഒരു രീതിയിൽ കുത്തി എടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊതുകിൻ്റെ ശല്യം ഒരുപാട് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ചെറുനാരങ്ങയും, ഇപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഉപ്പ് ചെറുതായിട്ട് വെച്ചാൽ നെഗറ്റിവിറ്റി നമ്മളുടെ കുറയും എന്നാണ് പറയുന്നത്. അങ്ങനെയും ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൊതുക് കുറയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് ഭാഗത്താണോ കൂടുതൽ കൊതുകുള്ളത് ആ ഭാഗത്ത് ഇത് കൊണ്ടുവച്ചാൽ കൊതുക് പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും. അടുത്തായിട്ട് നമ്മൾ സ്പൈസസ്, എന്താ പറയുക, ഇറ്റാലിയൻ സ്പൈസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക സ്മെല്ലും അതൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ അതിൻ്റെ മോയ്സ്ചർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് ഇടുമ്പം ആ എന്താ പറയുക കറിയുടെയൊക്കെ ആവി കൊണ്ടും മോയ്സ്ചർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയാൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ മോയ്സ്ചർ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് ഇത് തീരുന്നവരെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഞ്ചസാരയിൽ ഉറുമ്പ് വരാൻ ചാൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെയാണ് സാധാരണ ഉറുമ്പ് കൂടുതൽ കാണാറ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പഞ്ചസാര ടിന്നിലൊക്കെ ഈ രീതിയിൽ കറയാമ്പൂ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക്
എന്താ പറയുക ഒട്ടും ഉറുമ്പില്ലാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ടിപ്പുള്ളത്, നമ്മൾ പപ്പടം പലപ്പോഴും ഉപയോഗിച്ചതിന് ശേഷം പലപ്പോഴും എന്താ പറയുക ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിപ്പോകും, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഫുൾ എപ്പോഴും മുഴുവനായിട്ട് പൊങ്ങി വരാറില്ല. എന്താ പറയുക ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ പൊങ്ങി വരാറില്ല. അതുപോലെ ഒരു പ്രത്യേക സ്മെല്ലും എന്താ പറയുക ഒരു എന്താ കളർ ചേഞ്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളിത് ഒരു പ്ലാസ്റ്റിക് ടിന്നിലിട്ട് ഒരു ടിന്നിലിട്ട്, ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിലെടുക്കുക, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിൽ ബൗളുള്ളത് അതിട്ട് എടുക്കുക. അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ മൂടി കൊണ്ട് അടച്ചു വെച്ചാൽ മതി. പിന്നെ വേറെ ഉള്ളത്, ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉലുവ, ഒരു 5 or 6 ഉലുവ ഇട്ട് കൊടുത്താൽ എന്താ പറയുക ഒട്ടും തന്നെ ആ ഒരു കളർ ചേഞ്ചോ ഒരു സ്മെല്ല് വ്യത്യാസമോ, അതുപോലെ തന്നെ അവസാനം വരെ നല്ല പൊങ്ങി വരാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ആ പുതുമയോട് തന്നെ ഇത് തീരുന്ന വരെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതുപോലത്തെ സാഷെ വാങ്ങിക്കാറുണ്ട്. ബ്രൂ കോഫിയുടെയോ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മാഗിയുടെയോ ഒക്കെ ആ ഒരു സാഷെ കിട്ടാറുണ്ട്. പലപ്പോഴും മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ബാക്കി വരുമ്പോൾ ഇങ്ങനെ വെച്ചാൽ സാധാരണ പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ ഈ ഒരു പീസ് തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ നല്ലോണം കവർ ചെയ്തിരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിങ്ങനെ ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ട്, ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൽ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഇതുണ്ട്, ഒട്ടും തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും തന്നെ ഒന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒട്ടും തന്നെ പുറത്തു പോകാതെ തന്നെ നല്ല സീലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ചെറിയ ബ്രൂ കോഫി കിട്ടും, അല്ലെങ്കിൽ മാഗിയുടെ ഒക്കെ കിട്ടും. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ലൈറ്റർ പലപ്പോഴും കത്താറില്ല. കുറേ നാളുകളിന് ശേഷം നോക്കിയാൽ ചിലപ്പോൾ കത്താൻ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ബഡ്സ് എടുക്കുക. ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുള്ളത് കൊണ്ടാണ് കൂടുതലും കത്താൻ ടൈം എടുക്കുന്നത്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലോ ഇങ്ങനെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് കാണിക്കാൻ വേണ്ടി ഒരാഴ്ചയിൽ കൂടുതൽ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മിക്കപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു ഇത് കത്തും. അപ്പോൾ ഇത് 2 സൈഡും ഇതുപോലെ ആ ഒരു ബഡ്സ് കൊണ്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റർ നന്നായിട്ട് കത്തും. ഇനി അടുത്തായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി പലപ്പോഴും കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ഒരിക്കലും ഈ ഒരു തൊലി കളയരുത്. ഇതിനുകൊണ്ട് പല ടിപ്പുകളും റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ നമ്മളൊരു ടിപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് എന്താ പറയുക പട്ടയും കൂടി ഇട്ട് കൊടുക്കുക, സിനമൺ സ്റ്റിക്ക്. ഇതും കൂടി ഒരു സ്റ്റിക്ക് മതി. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. നമ്മൾ പലപ്പോഴും പല മസാലകൾ കിച്ചണിൽ കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പം പലപ്പോഴും മീൻ വറുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കറികളിലെ പല മസാലയുടെ മണം നമ്മൾ ആ ഒരു കിച്ചണിൽ തങ്ങി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ പട്ടയും കൂടി ഇങ്ങനെ തിളപ്പിച്ചാൽ നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് എന്നാൽ നമ്മുടെ മുറി മുഴുവനും ഈ ഒരു നല്ലൊരു സ്മെല്ല് പടരും, ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചാൽ ആ ഒരു നല്ല സ്മെല്ല് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സുകളിലും പലപ്പോഴും എന്താ പറയുക നമ്മൾ എത്ര കഴുകിയാലും ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സൊക്കെ ഇതുപോലത്തെ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതി, നന്നായിട്ട് തന്നെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും.
അപ്പം ഈ ഒരു രീതി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ടിപ്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.